അതനുസരിച്ച് ഞാൻ ശിഷ്യത്വം സ്വീകരിച്ചേക്കുവാണ്. എന്നിട്ട് കുത്തി നിറച്ച് ഇവളാ പഠിപ്പിച്ചത്. കോഴിക്കോട്ടെ ശനിയാഴ്ചയെ പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിൽ 1-2 ഐതിഹ്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ കോഴിക്കൊട്ട എന്നുള്ളതിന്റെ കൊഴു നോയമ്പിനെ 2ആയി മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പലഹാരമാണ്. ആദ്യം എണ്ണ വരട്ടി മോൾഡ് അതുപോലെ തന്നെ അടക്കിയ. അത് ഞാനിങ്ങനെ ചെയ്തതാ ഒരെണ്ണം. പക്ഷെ മിസ്റ്റേക്ക് എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കി നിറച്ച് അടച്ചില്ല ഞാൻ. അത് കാരണം അതിന്റെ ഇങ്ങനെ അടയ്ക്കേണ്ട പരുവം വന്നപ്പോ അതിങ്ങനെ വേറെ ഒരു രീതിയിലായിപ്പോയി. അത് എന്നാന്ന് വെച്ചാ നീ പറഞ്ഞ പോലെ കുത്തി നിറച്ച് ശരിയാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഇനി ഇച്ചിരിയോടെ ഇട്ടേച്ച് നമുക്ക് അകത്ത് വിരലിട്ട് പരത്താം അല്ലേ? വിരലിട്ടല്ലേ പരത്തണ്ടേ? മനസ്സിലായി. പരത്തിയേച്ച് മിക്സ് അതിലേക്ക് വെക്കാം. കണ്ടോട്ടോ അല്ലേ? അങ്ങനെ തന്നെ ആ സൈഡിലേക്ക് അങ്ങ് മനസ്സിലായി പരത്തണം. ഇച്ചിരിയോടെ ഇടണം, കുറച്ചുകൂടെ ഇടാം എന്നാലേ ഇതാവോളും. ഇവള് നല്ല ഭംഗിയായിട്ട് 2 ചെയ്തു. ഒരെണ്ണം ഞാൻ ചെയ്തിട്ടും വലിയ തെറ്റില്ലാതെ കിട്ടിട്ടോ. അതാണ് നിങ്ങളെ കാണിച്ചത്. പക്ഷെ നല്ല ഈസിയാ. ഇനി നമുക്ക് വെച്ചാലോ അകത്ത്? കറക്റ്റായെങ്കിൽ വെച്ചോ. സൈഡിലൊക്കെ ഇതാണോ നോക്കണം. കാണാൻ പറ്റാത്തോണ്ട് വാവട്ടം കുറവായതുകൊണ്ട് കാണാൻ പറ്റൂല. അപ്പൊ നമ്മള് സൈഡിൽ ഒന്ന് നോക്കിയാ മതി അല്ലേ? ഇനി വെക്കാം. സൈഡെല്ലാം കറക്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ വെക്കുക. മീഡിയം സൈസ് ആട്ടോ ഇതാ. ഓൾറെഡി ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. പിന്നെ ഒരുപാട് ഇത് കുത്തി നിറച്ച് വെക്കരുത്, കുറച്ചായിട്ട് വെക്കുക. ഇച്ചിരിച്ചേ കോരി വെക്കുക അല്ലേ? ഇതുപോലെ മതി. ഇവള് നല്ല ഭംഗിയായിട്ടൊന്നും പടങ്ങില്ലേ? അത് തുറന്നു നോക്കി. 3 2 അവക്കട ഒരെണ്ണുണ്ട്. ആ 2 ഭംഗിയുള്ളതാണ്. അത് 2-3 നടുക്ക് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പറഞ്ഞു അവക്കടെ ഫുൾ പറഞ്ഞു. അത് ഭയങ്കര ഈസിയാ. നമ്മളൊരു ടെക്നിക്ക് വെച്ച് അങ്ങ് ചെയ്താൽ അല്ല. ഞാൻ ആദ്യമായിട്ടാ അതൊന്നുമല്ല. അവള് 2-3 അവള് ചെയ്തില്ല. ഫസ്റ്റ് ടൈം ചെയ്ത് കറക്റ്റ് ആയത്. അവക്ക് വേണമെന്നുണ്ടെങ്കിൽ അവള് ചെയ്യും, ഇല്ലായെങ്കിൽ ചെയ്യൂല. അപ്പ ഇവിടുന്ന് അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. മധുരം അപ്പ കഴിക്കുന്നതാണ്. ഇത് നിറയെ മെത്തി അങ്ങ് വെക്കണം. ഇത് ഇച്ചിരിച്ച് വെക്കണമെന്നാണ് മക്കളുടെ അഭിപ്രായം. അതനുസരിച്ച് ഞാൻ ശിഷ്യത്വം സ്വീകരിച്ചേക്കുവാണ്. എന്നിട്ട് കുത്തി നിറച്ച് അല്ല മീതെ നിറച്ച് ബാലൻസ് വരുന്നവരെ നിറയ്ക്കണമെന്നാണ് അവള് പറഞ്ഞത്. അപ്പൊ അതനുസരിച്ച് നിറച്ച് കഴിയുമ്പോ അതിലേക്ക് കറക്റ്റ് ആവും. പിന്നെ തുറന്നെടുത്ത് കഴിഞ്ഞേച്ച് കൈ കൊണ്ടൊന്നിതാക്കാം. അങ്ങനെ എനിക്ക് ആദ്യം വന്നപ്പോ ഞാൻ ഇട്ടു പോയാലോ മിസ്റ്റേക്കാന്നും പറഞ്ഞു. പോരെ? തുറന്നു നോക്കാം. ഇവിടെ നിന്ന് തുറന്നു നോക്കാം. എനിക്ക് ക്രാഫ്റ്റിന്റെ പരിസരം ഇല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഇവളാ പഠിപ്പിച്ചത്. ഞാനാ അത് പഠിപ്പിച്ചു കൊടുത്ത. ശരിയാ. കത്തിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതില് കത്തി ചെയ്താൽ കേവാവും. ഇത്രയും കഷ്ടപ്പെട്ടത് കണ്ടോ? ഇപ്പൊ അവിടെ മെത്തിയിരിക്കും, കുഴി വരില്ല. എനിക്ക് വന്നപ്പോ കുഴി വന്നോണ്ട് ഞാൻ ഇട്ടേച്ചു പോയി. ഇത് ശരിയാവൂല എന്നുള്ളതില്. പക്ഷെ നീ വെള്ളം തൊട്ട് അങ്ങ് മൊത്തത്തിൽ അങ്ങ് സോഫ്റ്റ് ആക്കി എടുത്താ ഇതിലേക്ക് അങ്ങ് ഇതാക്കിയാ മതി. നല്ല ഇതാട്ടോ. ഇനി ഒരു ചെറുത് ചെയ്യട്ടെ എന്നാ? ചെറുത് ചെയ്യാം. നല്ല ഷേപ്പായി കിട്ടിയില്ലേ? ഇപ്പൊ സൈഡിൽ ഇച്ചിരി ചറുക്കുണ്ട്. അതൊക്കെ ചെയ്യാം. അത് സമാധാനമുണ്ട്. കയ്യിലൊന്ന് കാണിച്ച്. ഇനി ഒന്നും ചെയ്യണ്ട, ഉരുട്ടണ്ട. അമ്മയ്ക്ക് ഉരുട്ടാനൊരു ടെംപ്റ്റേഷൻ. അതിന്റെ അടപ്പിട്ടോ? ഇപ്പൊ സക്സസ്ഫുൾ റൗണ്ട് കൊഴുക്കട്ടയായി കിട്ടിയില്ലേ? ഹാപ്പിയാണ്. നീ മേടിച്ചുകൊണ്ട് തന്ന മോൾഡിൽ നീ തന്നെ എന്നെ പഠിപ്പിച്ചു തന്നു എങ്ങനെ ഷേപ്പില് അടച്ച് റെഡിയാക്കണം. ഓക്കെ ഫൈൻ. അടുക്കളയാണെങ്കിൽ ഭ്രാന്താലയം ഇതിൽ ഭേദമായിട്ടിരിക്കും. എനിക്കിത് കാണുമ്പോൾ ഈർച്ച, മഹാ ഈർച്ച. അപ്പൊ ഞാനിപ്പോ അതൊന്നും ചിന്തിക്കാൻ പോകില്ല. വർക്കേരിയ ആണെങ്കിൽ ശുദ്ധ ഭ്രാന്താലയം. നീ നാളെ എടുക്കുന്നോളൂ. പറ്റും പെയിന്റിങ്. അതാ നീ ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളത് കഴിയുമ്പോ നീ കഷ്ടാനുഭവിച്ച വാരായി. നീ ഒന്നും പാടില്ല. ഇന്ന് തന്നെ ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ
ഈ പ്രയർ മീറ്റ് വന്നുകൊണ്ട് 2 ദിവസത്തേക്ക് അവരെ മാറ്റി ക്ലീനിങ്ങിന് വേണ്ടി ബെഡ്റൂമുകളും മറ്റുള്ള ഭാഗം. അതുകൊണ്ട് അവര് വേറെ ഒരു അസൗകര്യം 2 ദിവസം കൊണ്ട് ഡിലേ ആയതുകൊണ്ടാണ് ഇന്ന് പിന്നെ വന്നത്. അപ്പൊ കഴിഞ്ഞു പോയി. എന്തായാലും സന്തോഷമായിട്ട് അപ്പ കൈകൊണ്ട് മടങ്ങ കോഴിക്കോട്ട് എടുത്തോണ്ട് വരാം. മധുരം വന്നു. ഇന്ന് ഹോശാന ഞായറാഴ്ചയുടെ തലേ ദിവസം ശനിയാഴ്ചയാണ്. ഹോശാന ഞായറാഴ്ചയുടെ തലേ ദിവസത്തെ ശനിയാഴ്ച കോഴിക്കോട്ട ശനിയാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട്ട ശനിയാഴ്ചയെ പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിൽ 1-2 ഐതിഹ്യങ്ങൾ ഞാൻ പറയാം. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ആവർത്തന വിരസത ഉണ്ടാകുമെങ്കിൽ ക്ഷമിക്കുക. ഒന്ന്, ജീസസ് ക്രൈസ്റ്റിന്റെ കൂട്ടുകാരനായിരുന്ന ലാസറിന്റെ ഭവനത്തിൽ ജീസസ് ക്രൈസ്റ്റ് ചെല്ലുന്നു. അപ്പോൾ ലാസർ മരിച്ചു. ലാസറിനെ ജീസസ് ക്രൈസ്റ്റ് ഉയർപ്പിക്കുന്നു. അതിനുശേഷം ജീസസ് ക്രൈസ്റ്റ് അവരുടെ ഭവനത്തിൽ കഴിയുന്നു. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ സൽക്കരിക്കുവാൻ ലാസറിൻ്റെ സഹോദരിമാര് മാവ് കുഴച്ച് മധുരമുള്ള ഒരു പദാർത്ഥം ഉണ്ടാക്കുന്നു, പലഹാരം. അതാണ് പിന്നീട് രൂപാന്തരം പ്രാപിച്ച് കോഴിക്കോട്ടയായി വന്നതെന്നാണ് പറയുന്നത് ഒരു ഐതിഹ്യം. രണ്ടാമത്തെ ഐതിഹ്യം, ഈ നൊയമ്പിനെ മുറിക്കുക, കൊഴു എന്ന് പറയുന്ന ഭാഗം, അത് കൊഴു മുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ കോഴിക്കൊട്ട എന്നുള്ളതിൻ്റെ കൊഴു നൊയമ്പിനെ 2ആയി മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പലഹാരമാണത്രേ. അതായത് പുരാതന കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ നൊയമ്പ് 40 ദിവസമായിരുന്നു. അങ്ങനെയാണ് 40-ാം ദിവസം നമ്മൾ വെള്ളിയാഴ്ചയായിട്ട് വരുന്നത് 40-ാം വെള്ളിയാഴ്ചയായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ആ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള പിറ്റേ ദിവസം 41-ാം ദിവസം നൊയമ്പ് വീടുകയാണ്. പിന്നീട് കാലം മാറിയപ്പോൾ ഈ 40-ാം ദിവസത്തോട് ചേർന്ന് കർത്താവിന്റെ കഷ്ടാനുഭവ വാരവും കൂടി ചേർത്ത് 50 ദിവസം തികച്ച് 50 നൊയമ്പായിട്ട് മാറുന്നു. അപ്പൊ 40 ദിവസത്തെ നൊയമ്പ് വീടുന്നതിന് മുറിക്കുന്നതിനുള്ള ഒരു പലഹാരമായിട്ട് കൂടി ഇതിനെ ഉപയോഗിക്കുന്നു. കോഴിക്കൊട്ട അങ്ങനെയുള്ള പേരുണ്ടായത് തന്നെ അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. അതെ. അപ്പോ നമ്മുടെ നാട്ടില് സുലഭമായിട്ടുള്ള അരി, അതുപോലെ തന്നെ കരിമ്പ് ആട്ടിയെടുക്കുന്ന ശർക്കര, സുലഭമായിട്ടുള്ള തേങ്ങ എല്ലാം ചേർത്തിട്ടുള്ള പലഹാരമാണ് കോഴിക്കൊട്ട. മാർത്ത ഉണ്ടാക്കി കൊടുത്ത പലഹാരം ഗോതമ്പാണ് അവരുടെ പ്രധാന. അതുകൊണ്ട് ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കിയ പലഹാരമാണ്. നമ്മുടെ നാട്ടിലത് അരി സുലഭമായതുകൊണ്ട് അരി കൊണ്ടുണ്ടാക്കിയ പദാർത്ഥമാണ് കോഴിക്കൊട്ടയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കോഴിക്കൊട്ട ഒരു നല്ല പലഹാരമാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ശർക്കരയും തേങ്ങയും വിളയിച്ചത് അരിപ്പൊടിയുടെ കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ആ രുചി വർധനവ് അത് അതീവ ഹൃദ്യമാണ്. അപ്പം നമ്മൾ അടയുണ്ടാക്കിയാലും കോഴിക്കൊട്ട ഉണ്ടാക്കിയാലും ഇത് 3ഉം കൂടി ചേരുന്ന ഒരു രുചിയാണ് അതിൻ്റെ ആകർഷകത്വം. നല്ല ശർക്കര, അപ്പം മറയൂർ ശർക്കര പോലെയുള്ള ശർക്കര കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരം അതീവ ഹൃദ്യവും രുചികരവുമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കഴിയുന്നതും ചെറുതായിട്ടുണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതിൻ്റെ ഒരു കാരണം, നമ്മളിത് കടിച്ച് തിന്നുവാൻ വായിലേക്ക് അതുപടി തന്നെ ഇടാൻ പറ്റും ചെറുതാണെങ്കിൽ, ഇതുപോലെ ചെറുതാണെങ്കിൽ. മറ്റതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കടിച്ചാൽ നമ്മുടെ കൈകളിലൂടെയും ഒക്കെ അതിന്റെ സിറപ്പ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. അല്ലെങ്കിൽ സിറപ്പ് വറ്റിച്ചുണ്ടാക്കിയാൽ മതി. സിറപ്പ് വറ്റിച്ചു കഴിഞ്ഞാൽ അതിന്റെ രുചി പോകും. കാരണം ഇതിങ്ങനെ തുടുത്തിരിക്കണം. വളരെ തിൻ ലെയറായിട്ട് അരിപ്പൊടി കുഴച്ചത് ഉരുട്ടിയിട്ട് അതിലേക്ക് ശർക്കരയും തേങ്ങയും വിളയിച്ചത് വെക്കുമ്പോൾ അത് ഉരുട്ടി വെന്ത് കഴിയുമ്പോൾ അതിങ്ങനെ തുടുത്തിരിക്കും. ആ തുടുത്തിരിക്കുന്ന കോഴിക്കൊട്ട അതുപടി തന്നെ വായിലേക്ക് ഇടുന്നതാണ് ഏറ്റവും ഹൃദ്യം. കാരണം കയ്യിലൊന്നും പിന്നെ ആവുകയില്ല. ഇതിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക മോൾഡിലാണ്. അതുകൊണ്ടാണ് കറക്റ്റ് സർക്കിൾ വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല സർക്കിൾ ആയിട്ടുണ്ട്. അതീവ ഹൃദ്യമാണ്, കാഴ്ചയിലും ഹൃദ്യമാണ്, അതീവ രുചികരവുമാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഐതിഹ്യമായിട്ട് പറയുന്നത്. നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിലെല്ലാം
ഇത് ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം പലഹാരമാണ്. അത് ശനിയാഴ്ച, ഈ ലാസറിൻ്റെ ശനിയാഴ്ച എന്ന് പറയുന്ന ഈ കോഴിക്കോട്ടെ ശനിയാഴ്ച അത് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതൊരു ലാസറിൻ്റെ ഉയർപ്പിച്ചതിൻ്റെയും യേശുക്രിസ്തുവിന് ലാസറിൻ്റെ സഹോദരിമാരുണ്ടാക്കി കൊടുത്തിരിക്കുന്ന പലഹാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്, മലയാളി പ്രതീകമായിട്ട് ഉണ്ടാക്കുന്നതുമായതുകൊണ്ട് അതിന് പ്രത്യേകമായ ഒരു പരിശുദ്ധിയും ഉണ്ട്. അപ്പം ഇനി നമുക്ക് അതൊന്ന് കഴിക്കാം. ഞാനിത് ഒന്ന് മുറിച്ചാണ് കഴിക്കുന്നത്. വേണ്ട വേണ്ട, മുമ്പ് പറഞ്ഞതുപോലെ ഇത് ഒന്നിച്ച് കഴിക്കാനായിട്ട് അല്പം വലിപ്പം കൂടുതലാണ്. അത് വേണ്ട. അപ്പം അതുപോലെ തന്നെ കയ്യിൽ പിടിച്ചത് കഴിച്ചു കഴിഞ്ഞാൽ കൈ മുഴുവനും അതിന്റെ സിറപ്പ് ഒഴുകി അത് വൃത്തികേടാവും. അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് കത്തി കൊണ്ട് മുറിച്ചാണ്. അല്ല, അങ്ങനെ തുടുത്താണ് അത് ഇരിക്കേണ്ടത്. പക്ഷെ എനിക്ക് ഇച്ചിരി ഡ്രൈ എനിക്ക് ഇഷ്ടാട്ടോ. ഒരുപാട് ഇതാവുന്നത് ഉറുമ്പുകളുണ്ടോടി ഇത് വന്നോടുകൂടി ജോയിനിലുറുമ്പ അകത്തില്ലേ? അതാ ക്ലോസ് ചെയ്തതിന്റെ മനസ്സിലായി. ആ മോൾഡിൽ വെച്ച് ചെയ്തതിന്റെ നല്ല സോഫ്റ്റ് അല്ലേ? അത് സോഫ്റ്റ് ആവാൻ നമ്മൾ ആ നെയ്യ് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ സ്ഥിരം ചെയ്യണതാട്ടോ, സ്ഥിരം ചെയ്യുന്നതാണ്. മുമ്പ് പറഞ്ഞതുപോലെ ശർക്കരയും തേങ്ങയും വിളയിച്ചത് അരിപ്പൊടിയുടെ കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ രുചി വൈവിധ്യവും രുചി വർധനവും അതീവ ഹൃദ്യമാണ്. എല്ലാവരും അത് അനുഭവവേദ്യമാണത്. അട ഉണ്ടാക്കുമ്പോഴും അതുപോലെയുള്ള കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോഴും ഒക്കെ അത് വളരെ ഫെമിലിയർ ആണ്. കേരളീയർക്ക് അത് വളരെ ഫെമിലിയർ ആണ്. പല ഷോപ്പുകളിലും ടീ ഷോപ്പുകളിലൊക്കെ ഞാനിത് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരുപാട് വലുതാണ്. പക്ഷെ ഒരു ഷേപ്പ് നല്ലതാണ്. വിൽപ്പനയുടെ സൗകര്യത്തിനും ഒരു റേറ്റ് ഫിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു വലിപ്പം വരുന്നത്. പക്ഷെ പ്രശ്നം ഇതാണ്, അത് അടിച്ചു തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശർക്കരയൊന്നും കാര്യമായിട്ട് അതിനകത്ത് ഫില്ലിങ് ഉണ്ടാവില്ല. നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് രുചി പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര കട്ടിയായിരിക്കും. അതാ കുഴപ്പം. ഈ ചെറുതൊരെണ്ണം കട്ട് ചെയ്ത് നോക്കി. അതാ ഞങ്ങൾ അതിൽ മോൾഡിങ്ങിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ചെയ്യുമ്പോ അകത്തേക്ക് മറ്റേത് നമ്മൾ അടയ്ക്കുന്നത് കൊണ്ട് ആ ഭാഗത്ത് വൈറ്റ് വന്നു പറഞ്ഞ പോലെ ഗ്യാപ്പ് അടച്ചില്ലേ. ഒരു ചെറുത് നോക്കിക്ക് എങ്ങനെയാന്ന്. അതും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാം കട്ട് ചെയ്ത് വെച്ച് അകത്ത് നോക്കാൻ അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാം ഞങ്ങൾ അങ്ങനെ അടച്ചത് അതിൻ്റെ അതിലായതുകൊണ്ട്. കുറച്ചടച്ചത് ഏതെങ്കിലും ഉണ്ടോയെന്ന് അറിയാനങ്ങനെ. പക്ഷെ സോ സോഫ്റ്റ് അല്ലേ? ഞങ്ങൾ ആ ഷേപ്പ് കുറവുള്ളത് 2-3 എടുത്ത് കഴിച്ചായിരുന്നു. പക്ഷെ അത് ചിലതിന്റെ ശരിയായിട്ടില്ല. അതിന്റെ ഇത് അമ്മ എടുക്ക ഒരെണ്ണം. ഈ ഒരെണ്ണം ഇനി വേണ്ട, പകുതി വീതം കഴിക്കാം. ഈ കോഴിക്കോട്ടം ഇടയാൻ വളരെ പരിതാപകരമായ അവസ്ഥ. അതിനൊരു മാർഗം വന്നില്ലേ? എനിക്ക് മേടിച്ച് കഴിഞ്ഞ പോലെ ഒരു മോൾഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഈ വർഷം റൗണ്ട് തന്നെയുള്ള മോൾഡ് വാങ്ങിച്ചു. കഴിഞ്ഞ വർഷത്തെ മോൾഡും നമ്മൾ ഇഫക്റ്റീവായിട്ട് ചെയ്തു. ഷേപ്പ് വേറെയാന്ന് മാത്രം. വിരൽ അടയാളമൊക്കെ വന്നു ഇങ്ങനെ കൂമ്പനിരിക്കുന്ന ഒരു ഷേപ്പ്, ഉള്ളിയുടെ ഒക്കെ ഷേപ്പ്. ഇത്തവണത്തെ നല്ല റൗണ്ട് ഷേപ്പിലുള്ളത് തന്നെ. അപ്പൊ സ്വല്പം കഴിച്ചു നോക്കി, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. മധുരാധികം വേണ്ട. അതെ, ഞാൻ സുള്ളിട്ട് കൈകൊണ്ട് മടങ്ങി 2-3 ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ വാങ്ങിയ വഴി കഴിച്ചായിരുന്നു. അതാ മതിയെന്ന് പറയണം. തണുത്തട്ടും മാർദ്ദവത്തിനൊരു കുറവുമില്ല. അതില്ല കഴിച്ചോ, ഞങ്ങൾക്ക് മതിയതാ. ശരിയാവില്ല അങ്ങനെ കഴിച്ചു. ഞാൻ അവിടെ സ്റ്റീൽ പ്ലേറ്റിലുണ്ട്. അതെ, അങ്ങനെ ഒരു കോഴിക്കോട്ട ശനി കൂടി കടന്നു പോയിരിക്കുകയാണ്. ഇനിയിപ്പോ നാളെ ഓശാന ഞായർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചടങ്ങുകളിലേക്ക് നമ്മള് കടന്നുകൊണ്ടിരിക്കുവാണ്. ഇനിയുള്ളത് നമുക്ക് പെസഹ വ്യാഴാഴ്ച ഉണ്ട്. ഉപവാസം, പ്രാർത്ഥന, ധ്യാനം, ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളാണ്. ഇനി ദുഃഖവെള്ളി ഉണ്ട്, പിന്നെ ദുഃഖശനി, മരിക്കപ്പെട്ടവരുടെ ഓർമ്മ, അങ്ങനെ ഉയർപ്പം, ഈസ്റ്റർ. അപ്പൊ എല്ലാവരും
പ്രാർത്ഥനാ നിർഭരമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു. അതെ അതെ അതെ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. Okay, all the best.